അനുഷ്ഠുതമായി എൻ്റെ പ്രിയ കൂട്ടുകാരി. ഞാൻ സാരിക വികാസ് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണത്തെക്കുറിച്ചുള്ള ഐതിഹ്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. പണ്ട് മഹാബലി എന്നൊരു രാക്ഷസ രാജാവ് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കള്ളം, ചതി എന്നീ ദുഷ്കാര്യങ്ങളൊന്നും നിലനിന്നിരുന്നില്ല. അദ്ദേഹത്തിന്റെ കീർത്തി ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലും വരെ അറിയപ്പെട്ടു. ഇതിൽ അസൂയം വന്ന ഇന്ദ്രദേവൻ മഹാബലിയുടെ വിശുദ്ധത്യാഗം മുടക്കണമെന്ന് ഭഗവാൻ മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു. ഭഗവാൻ മഹാവിഷ്ണു വാമനൻ എന്ന 5ാമത്തെ അവതാരമെടുത്ത് ഭൂമിയിലേക്ക് വന്നു. തനിക്ക് ഇരുന്ന് ധ്യാനിക്കാൻ 3 അടി മണ്ണ് വേണമെന്നും അത് താൻ തന്റെ കാലിൽ കൊണ്ട് അളന്നെടുത്ത് കൊള്ളാമെന്നും വാമനൻ മഹാബലിയോട് പറഞ്ഞു. വാമനൻ വലിയ രൂപമായി മാറി 1ാമത്തെ അടി കൊണ്ട് ആകാശവും 2ാമത്തെ അടി കൊണ്ട് ഭൂമിയും അളന്നെടുത്തു. 3ാമത്തെ അടി എവിടെ വെക്കുമെന്ന് വാമനൻ മഹാബലിയോട് ചോദിച്ചു. തന്റെ മുൻപിൽ നിൽക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണു ആണെന്ന് മനസ്സിലാക്കിയ മഹാബലി 3ാമത്തെ അടി തന്റെ ശിരസിൽ വെച്ചു കൊള്ളുവാൻ അപേക്ഷിച്ചു. പൊന്നിച്ചിക മാസത്തിൽ ഭൂമിയിൽ വരാനും തന്റെ പ്രജകളെ കാണാനും മഹാബലി അനുവാദം ചോദിച്ചു. വാമൻ ഇതിന് അനുവാദം നൽകി 3ാമത്തെ അടി മഹാബലിയുടെ ശിരസിൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. ഇതാണ് ഓണത്തെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം. അടുത്ത ഓണത്തിനെങ്കിലും നമുക്ക് ഒത്തുകൂടാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.